മോദി കെയറിൽ നമുക്ക് പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാനിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇതിലെങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്താൽ നമുക്ക് വരുമാനം കിട്ടും, നെറ്റ്വർക്കിന്റെ പ്രാധാന്യമുണ്ട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. താങ്ക് യു. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ലൈഫിൽ നെറ്റ്വർക്കിനെ കുറിച്ച് കേൾക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ചായിരിക്കും. പക്ഷെ ഇന്ന് ലോകത്ത് എല്ലായിടത്തും നെറ്റ്വർക്കാണ് വളരെ എഫക്റ്റീവായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ കോവിഡിന് ശേഷം വളരെയധികം വിപണന ശൃംഖലകൾ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്വിഗ്ഗി അതുപോലുള്ള നെറ്റ്വർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ടെലിഫോൺ, മൊബൈൽ ഫോൺ, അതൊരു വലിയ നെറ്റ്വർക്കാണ്. ഹോസ്പിറ്റൽസിന്റെ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ്, ഇതെല്ലാം നെറ്റ്വർക്കാണ്. KFC. അപ്പം നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്ന് സാർവത്രികമായ ഒരു സംഗതിയാണ്. ഏത് മേഖലയിലും സക്സസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ നെറ്റ്വർക്കാണ് ആൾക്കാർക്ക് സക്സസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ആ നെറ്റ്വർക്കിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മളുടെ മോഡിക്ക് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സും നെറ്റ്വർക്കിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്സാണ്. എന്താണ് ഡയറക്ട് സെല്ലിങ്ങിൽ നെറ്റ്വർക്കിന്റെ പ്രാധാന്യം, എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, ആദ്യം നമുക്ക് നോക്കാം. ഡയറക്ട് സെല്ലിങ്ങിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ലിവറേജ്. ലിവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന എഫേർട്ടിനെ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടുന്നതാണ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡയറക്ട് സെല്ലിങ്ങിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലിവറേജ് ആണ്. പല രീതിയിലാണ് ഡയറക്ട് സെല്ലിങ്ങിൽ ഈ ലിവറേജ് വരുന്നത്. ഒന്നാമത്തെ കാര്യം ടൈം. നമ്മളെ നെറ്റ്വർക്കിൽ ഒരു 100 പേര് അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ ആ 100 ആൾക്കാരുടെ സമയം നമ്മൾ ഒരു ദിവസം നമ്മുടെ ബിസിനസ്സിൽ പ്രയോജനപ്പെടുത്തുകയാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മളൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് 24 മണിക്കൂറാണുള്ളത്. അതിൽ 6 8 മണിക്കൂർ മാത്രമാണ് നമുക്ക് ജോലി ചെയ്ത് വരുമാനം സമ്പാദിക്കാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ നമുക്ക് കൂടിപ്പോയൊരു 10 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ അങ്ങനെയല്ല. നിങ്ങളോടൊപ്പം 100 പേര് നിങ്ങളുടെ നെറ്റ്വർക്കിലുണ്ടെങ്കിൽ അവരൊരു ദിവസം വെറും 2 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ 200 300 മണിക്കൂറായിട്ട് ഒരു ദിവസത്തെ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് നമുക്ക് ലിവറേജ് ചെയ്തെടുക്കാൻ കഴിയും. 1000 പേരുണ്ടെങ്കിൽ 3000 ആയിട്ട് നമുക്ക് ലിവറേജ് ചെയ്തെടുക്കാൻ കഴിയും. രണ്ടാമത്തെ ഡയറക്ട് സെല്ലിംഗിൽ അഡ്വാൻറ്റേജ് എന്ന് പറയാൻ ലിവറേജ് ഓഫ് മാർക്കറ്റ് ആണ്. നമ്മളൊരു കട നമ്മുടെ വീട്ടിനടുത്ത് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനടുത്തുള്ള മാർക്കറ്റ് ഏരിയ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ്. പക്ഷേ മോഡിക്ക് ഡയറക്ട് സെല്ലിംഗിൽ അങ്ങനെയല്ല. നിങ്ങളുടെ കൂടെ ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേരും വിവിധങ്ങളായ മാർക്കറ്റ് ഏരിയകളായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ നെയ്യാറ്റിൻകരയെന്നോ അല്ലെങ്കിൽ പാറശാലയെന്നോ ആയിരിക്കും മോഡി കെയർ ബിസിനസ്സിലേക്ക് വരുന്നത്. നിങ്ങളുടെ നെറ്റ്വർക്ക് ട്രിവാൻഡ്രം സിറ്റിയിലുണ്ടാവും, കൊല്ലത്തുണ്ടാവും, പത്തനംതിട്ട ഉണ്ടാവും. അതുപോലെ ഇന്ത്യയുടെ ഏത് മുക്കിലും മൂലയ്ക്കും നിങ്ങൾക്ക് മാർക്കറ്റുകൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ വർദ്ധിപ്പിക്കാനുള്ള, അവിടെയൊക്കെയുള്ള മാർക്കറ്റിങ്ങിന്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത ഒരു ലിവറേജ് ഈ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലുണ്ട്, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിലൂടെ. ദെൻ എഫോർട്ട്. 100 കണക്കിന് ആൾക്കാരുടെ അധ്വാനം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള വലിയ സാധ്യത മോഡി കെയർ ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്കിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് മാത്രം നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മോഡി കെയർ എന്ന് പറയുന്ന ഈ നെറ്റ്വർക്ക് സിസ്റ്റത്തിലൂടെ, ഈ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ 100 കണക്കിന് ആൾക്കാരുടെ സ്വപ്നങ്ങളും അവരുടെ അധ്വാനങ്ങളും അവരുടെ സമയവും അവരുടെ മാർക്കറ്റിംഗ് ഏരിയകളും നിങ്ങളുടെ മാർക്കറ്റിംഗ് ഏരിയകളാക്കി മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് പോയിന്റ് വാല്യൂവിനെ, ബിസിനസ് വോളിയത്തിനെ വർദ്ധിപ്പിക്കാനുള്ള, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള വലിയ സാധ്യതയാണ് മോഡിക്ക് എന്റെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലുള്ളത്. അല്ലാതെ ഇത് വെറും 10 ആൾക്കാർക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്ന ഒരു ബിസിനസ് മാത്രമായി ഒരാളും കണ്ടുകൊണ്ട് ഒരിക്കലും ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതിന്റെ അപാരമായ സാധ്യത, ഡയറക്ട് സെല്ലിങ്ങിന്റെ അപാരമായ സാധ്യത, ഈ 3 ടൈം മാർക്കറ്റ് എഫേർട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ, നിങ്ങളുടെ ഗ്രൂപ്പ് ബിസിനസ് വോളിയം വർദ്ധിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിനെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ കഴിയും.
നിങ്ങളിപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് 1000 രൂപ ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുമെങ്കിൽ മോഡി കെയറിന്റെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലെ നെറ്റ്വർക്കിന്റെ സാധ്യതകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താമെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 10,000-ഓ 20,000-ഓ 30,000-ഓ 50,000-ഓ ഒരു ദിവസം വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത ഈ ബിസിനസ്സിലുണ്ട്. അപ്പോൾ ഒരു മാസമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലക്ഷങ്ങൾ വരുമാനം നേടിയെടുക്കാൻ കഴിയും മോഡി കെയറിന്റെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലൂടെ. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേത് ബിസിനസ് ആണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും നിങ്ങൾ ഒരു ദിവസം പ്രവൃത്തി നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ വരുമാന സാധ്യത, വരുമാനം നിലയ്ക്കുകയാണ്. പക്ഷെ ഇവിടെയോ നിങ്ങൾ ഉണ്ടാക്കിയിട്ട നെറ്റ്വർക്കിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായി നിങ്ങൾ ബിസിനസ് നിർത്തിയാൽ പോലും നിങ്ങളുടെ കുടുംബത്തിലേക്ക് പാസീവ് ഇൻകമായിട്ട് ജനറേഷൻസ് വരുമാനം വരാനുള്ള സാധ്യത ഈ നെറ്റ്വർക്ക് ബിൽഡിങ്ങിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മോഡി കെയറിന്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ഇവിടെ ഒരു വള്ളത്തിന്റെ 2 തുഴ പോലെ നെറ്റ്വർക്കും മാർക്കറ്റിംഗും കൂടെ കമ്പൈൻ ചെയ്യുന്നതിലൂടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം, നമുക്ക് ലക്ഷങ്ങൾ പ്രതിമാസ വരുമാനം മോഡി കെയറിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പൊ എങ്ങനെയാണ് മോഡി കെയറിൽ നമുക്കൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ കഴിയുന്നത്? മറ്റേത് ബിസിനസ്സിലെയും പോലെ വലിയ ബിസിനസ്സുകളിലെ പോലെ നമുക്കറിയാം, ലുലു മാൾ എന്ന് പറയുന്നത് വലിയ നെറ്റ്വർക്കാണ്, ബിസിനസ് നെറ്റ്വർക്കാണ്. അതുപോലുള്ള ബിസിനസ്സിലെ വലിയ വലിയ ബിസിനസ്സുകാർ ചെയ്യുന്നത് പോലുള്ള ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാകണം. എന്താണ് നിങ്ങൾക്ക് നേടേണ്ടുന്നത്? എത്ര വരുമാനമാണ് നേടേണ്ടത്? നിങ്ങൾക്ക് എന്ത് ഗോളാണ് നേടേണ്ടുന്നത്? നിങ്ങളത് പ്രീഫിക്സ് ചെയ്യണം. കാര്യം നിങ്ങളുടെ ഗോളിനനുസരിച്ചുള്ള നെറ്റ്വർക്കാണ് നിങ്ങൾ ഇതിൽ ബിൽഡ് ചെയ്യേണ്ടത്. ആ ഗോള് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ആ ഗോളിനെ നിങ്ങളുടെ നെയിം ലിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യണം. നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ഒരു നെയിം ലിസ്റ്റ് നിങ്ങൾ മോഡി കെയർ പ്രിപ്പയർ ചെയ്യണം. ഈ നെയിം ലിസ്റ്റിനെ പ്രോസ്പെക്ട് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മോഡി കെയർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റിനെയാണ് പ്രോസ്പെക്ട് ലിസ്റ്റ് അഥവാ മെമ്മറി ജോഗർ എന്ന് പറയുന്നത്. ഈ മെമ്മറി ജോഗർ വെച്ചാണ് നമ്മൾ ഈ ബിസിനസ്സിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിലെ പേഴ്സണൽ മാർക്കറ്റിംഗ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ്. 50 PV അല്ലെങ്കിൽ 100 PV നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യാൻ കഴിയും. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. 4, 5, 10 കസ്റ്റമർ നിങ്ങൾക്ക് സർവീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ മാർക്കറ്റിംഗ് ടാർഗറ്റ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയും. പക്ഷെ നെറ്റ്വർക്ക് എന്ന് പറയുന്ന അതിവിശാലമായ സാധ്യതകളിലേക്ക് നിങ്ങൾക്ക് കടന്നു കയറണമെങ്കിൽ നിങ്ങളുടെ നെയിം ലിസ്റ്റും നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരുടെ നെയിം ലിസ്റ്റും ശരിയായ രീതിയിൽ ഒരു റിക്രൂട്ട്മെന്റ് സിസ്റ്റത്തിലൂടെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കരമായ റിസൾട്ട് ചുരുങ്ങിയ സമയത്തിനകം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. വലിയ വരുമാനം ചുരുങ്ങിയ സമയത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഡിയർ ഫ്രണ്ട്സ്, അതിന് നമ്മുടെ ഡൗൺലൈൻസിനെ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അവരുടെ ഒരു റിട്ടൺ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതിനെ ലിസ്റ്റ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ഈ ബിസിനസിന്റെ അനന്തര സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന്റെ ഒരു ലിസ്റ്റ് എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി റിട്ടൺ. അതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലോർത്ത് വെച്ചിരുന്നാൽ പോലെ ഡിയർ ഫ്രണ്ട്സ്, അത് എഴുതി തന്നെ ഉണ്ടാക്കണം. നിങ്ങൾ ഒരു ഡയറി എടുത്തിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ബിസിനസ് പറയാൻ ഉദ്ദേശിക്കുന്നത് ചേരുവോ ചേരത്തില്ലയോ എന്നുള്ളതൊക്കെ അടുത്ത സംഗതിയാണ്. ഒരിക്കലും നിങ്ങൾ ലിസ്റ്റ് എഴുതാൻ ഇരിക്കുന്ന സമയത്ത് അയാൾ ചേരുമോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. ജസ്റ്റ് മേക്ക് ലിസ്റ്റ്. ആ ലിസ്റ്റ് എഴുതുക. നമ്മളൊരു 100 പേരുടെ ലിസ്റ്റ് എഴുതിയാൽ തീർച്ചയായിട്ടും അതിനകത്ത് 100 ആൾക്കാർക്കും ഒരു അധിക വരുമാനം ആവശ്യമുണ്ടാകും. ആ അധിക വരുമാനം ആവശ്യമുള്ള ആൾക്കാരോട് അവരുടെ അധിക വരുമാനം എങ്ങനെ മോഡി കെയറിന്റെ അവസരത്തിലൂടെ നേടിക്കൊടുക്കാൻ കഴിയുമെന്ന് കാട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ആൾക്കാരെ മോഡി കെയറിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. നിങ്ങളുടെ നിങ്ങൾ കൊണ്ടുവരുന്ന ഡൗൺലൈൻസിനെ കൊണ്ട് അവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്. നിങ്ങളൊരു 100 പേരുടെ ലിസ്റ്റ് എഴുതുകയാണെങ്കിൽ നിങ്ങൾ 4 ആൾക്കാരെ കൊണ്ടുവന്നാൽ 4 ആളും 100 പേരുടെ ലിസ്റ്റ് എഴുതിയാൽ 400 ആൾക്കാരുടെ ലിസ്റ്റായി.
കണ്ടില്ലേ? ആ 400 ആൾക്കാരുടെ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. നിങ്ങളെക്കാൾ വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കാർ, നിങ്ങളെക്കാൾ വലിയ വർക്ക് ഹാബിറ്റ് ഉള്ള ആൾക്കാർ, നിങ്ങളെക്കാൾ വലിയ കോണ്ടാക്ട് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആ 400 ആൾക്കാരിലുണ്ടാവും. അവരിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്ത് ലക്ഷങ്ങൾ കോടികൾ വരുമാനം നേടി നിങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള വലിയൊരു വാതായനമാണ് യഥാർത്ഥത്തിൽ ഈ ലിസ്റ്റ് ബിൽഡിങ്ങിലൂടെ ഇവിടെ തുറന്നു കിട്ടുന്നത്. ഡയറക്ട് സെല്ലിംഗിൽ പറയുന്നത്, ലിസ്റ്റ് ബിൽഡിങ്ങിൽ പറയുന്നത്, ഇഫ് യു യൂസ് ഇറ്റ് യു ഗെയിൻ ഇറ്റ്, ഇഫ് യു നോട്ട് യൂസ് ഇറ്റ് യു വിൽ ലൂസ് ഇറ്റ് എന്നാ പറയുന്നത്. നിങ്ങൾ ഈ ലിസ്റ്റ് ബിൽഡിംഗ് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് മോഡിക്കറിലൂടെ നേടിയെടുക്കാൻ കഴിയും. അതല്ല നിങ്ങളുടെ ഡൗൺലൈൻസിന്റെ ലിസ്റ്റ്, നിങ്ങളുടെ ഡൗൺലൈൻസിന്റെ ലിസ്റ്റ് ബിൽഡ് ചെയ്ത് നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻ യുവർ ലൈഫ് നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. എല്ലാ ഡയറക്ട് സെല്ലിംഗ് എന്റർപ്രണേഴ്സും പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ലിസ്റ്റ് ബിൽഡിങ്ങിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. മിനിമം 100 മുതൽ 200 ആൾക്കാരുടെ ലിസ്റ്റ് നിങ്ങൾ സ്വന്തമായി ബിൽഡ് ചെയ്യാം. അതിനോടൊപ്പം നിങ്ങളുടെ ഡൗൺലൈൻസിന്റെയും ഓരോരുത്തരുടെയും ലിസ്റ്റ് ബിൽഡിങ്ങിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക വേണം. ദെൻ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അതിന്റെ സിസ്റ്റത്തിന്റെ ആദ്യത്തെ ചൂടതാണ്. രണ്ടാമത്തെ ചൂടെന്ന് പറയുന്നത് ടേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ്. ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ലിസ്റ്റിലുള്ള ആൾക്കാരുമായിട്ട്. എനിക്ക് നിങ്ങളോട് 25 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെച്ചോ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വകാര്യ സംഭാഷണ സമയത്തോ മോഡി കെയറിനെ കുറിച്ചോ ഇതിന്റെ ബിസിനസ് സാധ്യതയെ കുറിച്ചോ ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. ഒരിക്കലും ഒരു കഥ പറയുന്നത് പോലെ ഈ ബിസിനസ് അവസ്ഥയെ കുറിച്ച് പറയാൻ പാടില്ല ഡിയർ ഫ്രണ്ട്സ്. അത് തെറ്റാണ്. അത് ഒരിക്കലും റിസൾട്ട് ഉണ്ടാക്കൂല. അപ്പം നിങ്ങൾ ലിസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾ ഫോണിലൂടെ നേരിട്ടോ എപ്പോഴാണ് നിങ്ങളെ നേരിട്ടൊന്ന് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അരമണിക്കൂർ കൊണ്ട് ഈ ബിസിനസ് പ്രസന്റേഷൻ നിങ്ങൾ അവരോട് ചെയ്യണം. അല്ലാതെ ഫോൺ എടുത്ത് വെച്ച് നിങ്ങൾ ലോക കഥകളും ഈ ഡയറക്ട് സെല്ലിംഗ് ആണെന്നും മോഡി കെയർ ആണെന്നും ഇതിലൂടെ ആളെ ചേർക്കുന്ന കാര്യവും സാധനം വാങ്ങുന്ന കാര്യവും നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഈ ബിസിനസ് പ്രൊഫഷണലായി ചെയ്യുന്ന ഒരാളല്ല എന്ന് അയാൾക്ക് മനസ്സിലാവുകയും അയാൾ ഒരിക്കലും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുകയില്ല. നിർഭാഗ്യവശാൽ 95% ആൾക്കാരോട് നമ്മൾ ഈ കാര്യം പറഞ്ഞു കൊടുത്താൽ പോലും അവർ ഫോണിലൂടെ മണിക്കൂർ കണക്കിന് ബിസിനസിനെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പം നമ്മൾ ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിലൂടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും നിങ്ങൾ മോഡി കെയറിനെ കുറിച്ചോ സാധനം വാങ്ങുന്ന കാര്യമോ നെറ്റ്വർക്കുമാണെന്നോ ഒന്നും പറയാതിരിക്കുക. അവരോട് വളരെ ഗൗരവമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അപ്പോയിന്റ്മെന്റ് എടുക്കുക. ആൾട്ടർനേറ്റീവ് ചോയ്സ് ഇട്ട് രാവിലെയാണോ വൈകുന്നേരമാണോ എന്നുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സീനിയറുമായി ചേർന്നുകൊണ്ട് നിങ്ങൾ ഒരു പ്ലാൻ പ്രസന്റേഷൻ നടത്തുക. അവരോട് ഷോ ദി പ്ലാൻ. അത് വളരെ ക്രിസ്പി ആയിരിക്കണം. അവർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്കൊരു ഇൻകം മോഡി കെയറിന്റെ ഡയറക്ട് സെല്ലിങ്ങിലൂടെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് അവിടെ പ്രസന്റ് ചെയ്യേണ്ടുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഈ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പറയാൻ പോകുന്ന സമയത്ത് അവരെ എങ്ങനെയെങ്കിലും മോഡി കെയറിൽ ചേർക്കുക എന്നുള്ളൊരു മനോഭാവത്തോട് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പരാജയമായിരിക്കും ഉണ്ടാവുന്നത്. 90% പരാജയങ്ങളുടെയും കാര്യം നെറ്റ്വർക്ക് മേഖലയിൽ ചില ആൾക്കാർക്ക് പരാജയപ്പെടുന്നതിന്റെ കാര്യം ഇതാണ്. കാര്യം എങ്ങനെ അവരെ ചേർക്കുക എന്നുള്ളതല്ല. അവരുടെ ജീവിതത്തിൽ അവർ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. ഒരു എക്സ്ട്രാ ഇൻകം ആയിരിക്കും, ചിലപ്പോൾ ഒരു ടീം വർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിരിക്കും അവർക്ക് താല്പര്യം, അല്ലെങ്കിൽ ഒരു വിദേശ യാത്ര ചെയ്യാനായിരിക്കും ചിലർക്ക് താല്പര്യം, അതല്ലെങ്കിൽ മാസം 2000-3000 രൂപ അഡീഷണൽ ഇൻകം ഉണ്ടാക്കുക. എന്തോ ആയിക്കോട്ടെ, പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്നാണ് പറയുന്നത്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഗോൾ എങ്ങനെ മോഡി കെയർ ഡയറക്ട് സെല്ലിങ്ങിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന അവരെ ബോധ്യപ്പെടുത്തുകയാണ് പ്ലാൻ പ്രസന്റേഷനിലൂടെ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അത് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്.
അത് 4-5 രീതിയിൽ നമുക്കിത് പ്രസന്റ് ചെയ്യാം. പ്രധാനമായും 1-to-1 പ്ലാൻ. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവരോട് അവരെ ഫാമിലി അംഗങ്ങളെ കൂടെ വിളിച്ചിരുത്തിയിട്ട് നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് മോഡി കെയർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ നമുക്ക് ചെയ്യാൻ കഴിയും. സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹോം മീറ്റിംഗ്. ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വേണ്ടപ്പെട്ട അവരുടെ ലിസ്റ്റിലുള്ള ഒരു 10-20 ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 പേരും അവരോട് നമ്മൾ ഈ പ്ലാൻ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഹോം മീറ്റിംഗിൽ ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇതുപോലുള്ള സൂം മീറ്റിംഗ്. അരമണിക്കൂർ കൊണ്ട് ഇത്തരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ സൂമിലൂടെ നടത്തുക. നമുക്കിപ്പം എറണാകുളത്തുള്ള ഒരാളിനെയും, ബോംബെയിലുള്ള ഒരാളിനെയും, ചെന്നൈയിലുള്ള ഒരാളിനെയും, ബാംഗ്ലൂരിലുള്ള ഒരാളിനെയും, തിരുവനന്തപുരത്തുള്ള ഒരാളിനെയും, കൊല്ലത്തുള്ള ഒരാളിനെയും എല്ലാം നമുക്ക് ഈ പ്രോഗ്രാമിൽ, ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരേ സമയം കൊണ്ട് നമുക്ക് കൺവിൻസ് ചെയ്ത് മോഡിക്കലിൽ കൊണ്ടുവരാൻ കഴിയും. അരമണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ. അവർക്കെല്ലാം അവരവരുടെ വീട്ടിലിരുന്ന് സൗകര്യപ്രദമായി മുൻകൂട്ടി നിശ്ചയിച്ച അരമണിക്കൂർ കൊണ്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് സൂം പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. വിദേശത്തുള്ള ആൾക്കാർക്ക് നമുക്ക് സൂമിലൂടെ കൺവിൻസ് ചെയ്ത് അവരെ ഫാമിലിയെ നമുക്ക് ഇന്ത്യയിൽ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ കഴിയും. ധാരാളം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് സൂം മീറ്റിംഗ് എന്ന് പറയുന്നത്. 4ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പരിവർത്തൻ പ്രോഗ്രാംസ്. നമ്മുടെ കമ്പനിയും മോഡിക്കലിലെ ലീഡേഴ്സ് നടത്തുന്ന, ഹോട്ടലുകളിൽ നടത്തുന്ന പരിവർത്തൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിങ്ങുകളിൽ നമുക്ക് ഇവരെ ഇൻവൈറ്റ് ചെയ്യാതെ വരുന്ന 15-ാം തീയതി നമുക്ക് ചൈത്ര ഹോട്ടലിൽ നടക്കുന്നുണ്ട്. വളരെ ആവേശോജ്വലമായ പ്രസന്റേഷൻ അവിടെ നടത്തുന്ന, വിവിധങ്ങളായ മേഖലയിലുള്ള പ്രസന്റേഷൻ വളരെ വ്യക്തമായിട്ട് അവിടെ നടക്കുന്നുണ്ടാവും. അവിടെ നിങ്ങളുടെ ഗസ്റ്റുകളെ പങ്കെടുപ്പിക്കാം. അതുപോലെ തന്നെ വിജയിച്ച ധാരാളം ലീഡർഷിപ്പിനെ നിങ്ങൾക്ക് അവിടെ നേരിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട്, യൂട്യൂബ് വഴി നമുക്ക് ആൾക്കാർക്ക് ഈ പ്രസന്റേഷൻസ് അയച്ചു കൊടുത്തുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാം. ഇതിലെല്ലാം ബേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിട്ടേൺ ലിസ്റ്റാണ്. ഈ റിട്ടേൺ ലിസ്റ്റിലുള്ള ആൾക്കാർക്കാണ് ഇതൊക്കെ ചെയ്യേണ്ടുന്നത്. അപ്പൊ ഇത്തരത്തിൽ 5 മാർഗത്തില് വളരെ പ്രൊഫഷണൽ ആയിട്ട് നമ്മളുടെ ഈ പ്രോസ്പെക്ട് ലിസ്റ്റിലുള്ള മെമ്മറി ജോഗിലുള്ള ആൾക്കാരോട് നമുക്ക് ഈ ബിസിനസ് ഷെയർ ചെയ്യാൻ കഴിയും. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവർ ഈ പ്ലാൻ കണ്ടു കഴിയുമ്പോഴാണ് അവർ തീരുമാനിക്കുന്നത് ഈ ബിസിനസ് അവസരം ഏറ്റെടുത്ത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അപ്പം പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യണം. ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേതാണ് ഇഷ്ടപ്പെട്ടത്, പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടോ, മാർക്കറ്റിംഗ് പ്ലാൻ ഇഷ്ടപ്പെട്ടോ, ഇവിടെ പ്രസന്റ് ചെയ്ത ആൾക്കാരെ ഇഷ്ടപ്പെട്ടോ, പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ടോ, ഇതിന്റെ അധിക വരുമാന സാധ്യത ഇഷ്ടപ്പെട്ടോ, വിദേശ യാത്രകൾ ഇഷ്ടപ്പെട്ടോ, അവരുടെ പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും അവർ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. 24 മണിക്കൂർ മുതൽ 48 മണിക്കൂറിനകം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മോഡി കെയർ ബിസിനസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കണം. അതിനുശേഷം നിങ്ങൾ ഒരിക്കലും സമയം കണ്ടെത്താൻ പോകരുത്. കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിച്ചാൽ വളരെയധികം കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതാണ് ഇതിന്റെ 4 റിക്രൂട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. 1 ലിസ്റ്റ് ബിൽഡിംഗ്, 2 ടേക്ക് അപ്പോയിന്റ്മെന്റ്. ഒരിക്കലും ബിസിനസ് പറയാതിരിക്കുക. നിങ്ങളുടെ സീനിയറുമായി ചേർന്ന് നിങ്ങൾ അവരെ ബിസിനസ് പ്ലാൻ ഷോ ചെയ്യുക. അതിനുള്ള 4 മാർഗങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 4 ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗ്. പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ മനസ്സിലാക്കിയിട്ട് 24 മണിക്കൂറിനകം അവരെ കോൺടാക്ട് ചെയ്ത് മോഡി കെയർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5ാമത്തെ സ്റ്റെപ്പ്, ഹെൽപ്പ് ദം ടു ബിൽഡ് ടീം. ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുക. അവർക്ക് ഓരോരുത്തർക്കും 10-20 ആൾക്കാരുടെ അവരുടെ ഡയറക്റ്റ് ഡൗൺലൈനായിട്ട് കൊണ്ടുവരാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അപ്പോ നമ്മൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സൈക്കോളജിയാണ് SW5 എന്ന് പറയുന്ന സൈക്കോളജി. എന്താണ് ഈ SW5 എന്ന് പറയുന്നത്? വളരെ രസകരമാണ്. SW എന്ന് പറഞ്ഞാൽ സം വിൽ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. സം, ദേ കണ്ടോ, യെസ്, സം, വിൽ. ചില ആൾക്കാര് നമ്മൾ പ്ലാൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെപ്പോഴും റെഡി ആയിരിക്കും ജോയിൻ ചെയ്യാൻ, പക്ഷെ അവർ ഒരിക്കലും ജോയിൻ ചെയ്യത്തില്ല. ഓരോ തവണയും അവർ പറയും, സ്കൂൾ ഒന്ന് തുറക്കട്ടെ, അല്ലെങ്കിൽ ഓണം കഴിയട്ടെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആവട്ടെ, അല്ലെങ്കിൽ ശമ്പളം കിട്ടട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും തീരുമാനമെടുത്ത് ചെയ്യാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ധാരാളം ഉണ്ടാവും. 2ാമത്തെ ഭാഗം എന്ന് പറയാൻ ചില ആൾക്കാർ പറയും, ഈ 100 പേരിൽ ലിസ്റ്റ് എഴുതി പറയുമ്പോൾ പല ആൾക്കാരും പറയും, ഇത് മിസ്റ്റർ രാംദാസ് സാർ,
താങ്കൾക്ക് കഴിയും, പ്രകാശ് സാർ താങ്കൾക്ക് കഴിയും, ജയശ്രീ മാഡം താങ്കൾക്ക് പറ്റും, പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. സം വോൺ. അവർക്ക് ഈ ബിസിനസ് അവസരം മനസ്സിലാകാത്തത് കൊണ്ട് ഇതിലൂടെ ഒരു അവസരം, ഇതിലൂടെ ഒരു അധിക വരുമാനം നേടിയെടുക്കാൻ കഴിയുമെന്ന് പെടാത്തത് കൊണ്ട് അവർ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ പറയും, സോ വാട്ട്, സ്റ്റാർട്ട് വർക്കിംഗ്. വീണ്ടും വീണ്ടും നിങ്ങൾ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു 5 പേരെ കണ്ട് അതിൽ 1-2 ആൾക്കാർ ജോയിൻ ചെയ്തു, വീണ്ടും 5 പേരെ കണ്ട് 1-2 ആൾക്കാർ ജോയിൻ ചെയ്തു, വീണ്ടും 5 പേരെ കണ്ട്, നിങ്ങളുടെ 100-200 ലിസ്റ്റ് ഇരിക്കുകയാണ്. സ്റ്റാർട്ട് വർക്കിംഗ്, സമൺ ഈസ് വെയിറ്റിംഗ്. ജീവിത സ്വപ്നങ്ങൾ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അധിക വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവസരങ്ങൾ തിരക്കിയിരിക്കുകയാണ്. അന്വേഷിച്ച് നടക്കുകയാണ് ആൾക്കാർ, ധാരാളം പേര്. അവരുടെ അടുത്തേക്ക് നമ്മൾ ഈ ബിസിനസ് അവസരം കൊണ്ടുവന്ന് എത്തിക്കണം. അവരാണ് യഥാർത്ഥ പ്രോസ്പെക്ട്സ്. അവർ ഈ ബിസിനസ് ഏറ്റെടുക്കും. നിങ്ങളെക്കാൾ ആവേശത്തോടെ മോഡി കെയർ ബിസിനസ് അവർ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ അവർ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യും. ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലെ അവർ ഓരോരുത്തരും 10-20 ആൾക്കാരെ നേരിട്ട് ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യും. ഓരോ ആൾക്കാരും 10-20 ആൾക്കാരെ നേരിട്ട് മോഡി കെയർ ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് തന്നെ സ്പോൺസർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ 3-4-5 ആൾക്കാരെ മാത്രം കൊണ്ടുവന്നിട്ട് അവരുടെ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കിയിരിക്കരുത്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ 100 ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരുമായി ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറുള്ള ഈ 20 ആൾക്കാരില് ഇതാ കണ്ടോ, ഈ 4, 9, 13, 17 ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. 4 പേരെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും, കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. 4 ആൾക്കാരെ നിങ്ങൾക്ക് ആ 4 ആൾക്കാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ലിസ്റ്റ് എഴുതി, അവരുടെ ആൾക്കാർക്ക് 1-1 പ്ലാനും ഹോം മീറ്റിങ്ങും അവരെ സൂം മീറ്റിങ്ങും അവരെ നമ്മുടെ പരിവർത്തൻ പ്രോഗ്രാമിലും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ മോഡൽ ലെഗുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാനിൽ പ്രതിമാസം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. വളരെ സിമ്പിൾ പ്ലാൻ ആണിത്. നിങ്ങൾക്ക് 10-20 പേരുണ്ടാവും, പക്ഷെ നിങ്ങൾ ആരാണോ വർക്ക് ചെയ്യാൻ തയ്യാറുള്ള 4 ആൾക്കാരിൽ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ നെയിം ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക. കൂടുതൽ ആൾക്കാരെ അവരുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരിക. 1-to-1 പ്ലാനും ഹോം മീറ്റിങ്ങുകളോ കൊടുത്ത് അങ്ങനെ വളരെ ശക്തമായ ഒരു ഡെപ്തിൽ അവരുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിലൂടെ 50 PV 100 PV ചെയ്യുന്നതിലൂടെ 100 കണക്കിന് ആൾക്കാർ ഓരോ ലെഗിലും 50 PV 100 PV ചെയ്യുന്നതിലൂടെ 20 ആൾക്കാർ വന്ന് 50 PV ചെയ്യുമ്പോൾ 1000 PV ആയി. നിങ്ങളൊരു 100 PV ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്ടറായി. എന്തെളുപ്പമാണ് ഡയറക്ടറാവാൻ. ഈ 4 ലെഗിൽ വെറും 5 ആൾക്കാർ വന്ന് 50 PV ചെയ്യുമ്പോൾ 250 PV ആയി. നിങ്ങളൊരു 100 PV ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്ടറായി. സെയിം ഡ്യൂപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നെക്സ്റ്റ് മന്തിൽ നിങ്ങളുടെ ഈ 4 പേരും ഡയറക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് മന്തിൽ നിങ്ങളൊരു പ്ലാറ്റിനം ഡയറക്ടർ റാങ്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. കറക്റ്റ് ആയിട്ട് ഈ നെയിം ലിസ്റ്റ് എഴുതി അതിന്റെ റിക്രൂട്ടിംഗ് സിസ്റ്റം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ടീമിൽ ഫോക്കസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ, ഇതിനോടൊപ്പം നിങ്ങൾ പുതുതായി റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ ഈ 4 ലെഗിൽ ഒരു മോഡൽ, ഈ 4 ആൾക്കാരുടെ ലെഗിലെ ഒരു മോഡൽ ലെഗിനെ സെലക്ട് ചെയ്തിട്ട് അവിടെ താഴെ പ്ലേസ് ചെയ്ത് കൊടുക്കണം. യാതൊരു സംശയമില്ലാതെ ഞാൻ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ഈ പ്ലേസ്മെന്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആൾക്കാർ നിങ്ങളുടെ താഴെ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ മെന്റർഷിപ്പ് ബോണസിന് ക്വാളിഫൈഡ് ആകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെഗിൽ 3600 ഗ്രൂപ്പ് ബിസിനസ് വോളിയം ഉണ്ടാകണം. 3600 ഗ്രൂപ്പ് ബിസിനസ് വോളിയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലെഗിൽ നിന്ന് മെന്റർഷിപ്പ് ബോണസും ബാക്കി എല്ലാ ബോണസും കൂടെ 10-25,000 രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടും. അങ്ങനെ 4 ലെഗിൽ മെന്റർഷിപ്പ് ബോണസ് കിട്ടുന്ന രീതിയിൽ ബിൽഡപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് വിത്തിൻ 6 months മോഡി കെയർ ഇൻഫിനിറ്റി പ്ലാനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ആ മെന്റർഷിപ്പ് ബോണസിൽ 3600 ഗ്രൂപ്പ് ബിസിനസ് വോളിയം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
നിങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുടെ നിങ്ങളുടെ ഡൗൺലൈനിലേക്ക് പ്ലേസ് ചെയ്യാൻ പറയുന്നത്. ആ ഡൗൺലൈനിന്റെ മോഡൽ ലെഗിൽ പ്ലേസ് ചെയ്തിട്ട് അവരെ അവിടെ വെച്ച് നിങ്ങൾ വോളിയം ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെയുള്ള ഈ 5, 6, 7 തുടങ്ങിയ ആൾക്കാർ വേറെ ലെഗിൽ പോസ്റ്റ് ചെയ്ത് 8, 9, 10 എന്ന് പറയുന്ന ആൾക്കാർ വഴി നടക്കുന്ന ബിസിനസ്സിനുള്ള കമ്മീഷൻ നിങ്ങൾക്കാണ് പൂർണ്ണമായിട്ടും കമ്പനി തരുന്നത്. നിങ്ങളുടെ ഡൗൺലൈൻസിന് അവർക്ക് ടൈറ്റിൽ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ വോളിയം അവർക്ക് ബെനിഫിഷ്യൽ ആവും. അവർക്കൊരു ഡയറക്ടർ ആകാനും അവർക്കൊരു സീനിയർ ഡയറക്ടറായി അവർക്കൊരു ലീഡർഷിപ്പ് ബോണസ് കിട്ടാനും അതായത് മെന്റർ ബോണസ് കിട്ടാനും ഒക്കെ അവർക്ക് ഈ വോളിയം സപ്പോർട്ട് ചെയ്യും. ഈ വോളിയം സപ്പോർട്ട് ചെയ്യും. അപ്പൊ സീനിയേഴ്സ് കൊടുക്കുന്ന ഒരു സപ്പോർട്ടായിട്ട് ഓരോ ലെഗിനും നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാരെ പ്ലേസ് ചെയ്യുന്നത് സപ്പോർട്ടാവും. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ അവരെ ഡയറക്ടർ ആക്കാനും ഓരോ ഡൗൺലൈൻ ലെഗുകളെയും 4 പേരെ ഫോക്കസ് ചെയ്താൽ മതിയല്ലോ. ആ 4-ൽ ഓരോ ലെഗിനെയും നിങ്ങൾക്ക് ഡയറക്ടർ ആക്കാനും ആ ലെഗുകളെ മെന്റർഷിപ്പ് ബോണസ് ക്വാളിഫയേഴ്സ് ആക്കി എടുക്കാനും നിങ്ങൾ വിട്ടിൽ കൂടുതൽ ആൾക്കാരെ സ്പോൺസർ ചെയ്തിട്ട് താഴോട്ട് പ്ലേസ് ചെയ്യണം. അതിന് പ്ലേസ്മെന്റ് എന്നാ പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെഗിൽ നിന്നും ധാരാളം ആൾക്കാർ ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് എൻ്റെ 10-25 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് അർത്ഥശങ്കതയില്ലാതെ ഞാൻ പറഞ്ഞു തരികയാണ്. 4 പേരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളും പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്തി അവരുടെ താഴെ പ്ലേസ് ചെയ്തുകൊണ്ട് വോളിയം ബിൽഡപ്പ് ആക്കിക്കൊണ്ട് അവരെ വളർത്തിക്കൊണ്ട് അവരുടെ ടൈറ്റിൽ ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മോഡി കെയറിൽ സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാനിന്റെ ടോപ്പ് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ലീഡർഷിപ്പിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ഓരോ ലെഗിലും ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ധാരാളം ആൾക്കാർ അത് എവിടെയോ വന്നോട്ടെ, നിങ്ങൾ കൊണ്ടുവന്ന ആള് അത്ര ആക്റ്റീവ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ആളിന്റെ ലെഗിൽ എവിടെയെങ്കിലും ഏറ്റെടുക്കുന്ന ആൾക്കാർ ചിലപ്പം ഈ ആള് നിങ്ങൾ ഷാക്ക് ചെയ്ത് പ്ലേസ് ചെയ്ത് കൊടുത്ത ആളായിരിക്കും, അയാളെ ഏറ്റെടുക്കും ആ ലെഗിൽ. അതുപോലെ അയാൾ കൊണ്ടുവന്ന ആൾക്കാർ ധാരാളം ആൾക്കാരെ ഏറ്റെടുക്കും. അങ്ങനെ ഓരോ ലെഗിനെ നമുക്ക് സക്സസ്ഫുൾ ആക്കി മാറ്റിയെടുക്കാൻ കഴിയും. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ 4 ലെഗിനെയും വളരെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ ഒരു 6 മാസം വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അധിക കാലമൊന്നും വർക്ക് ചെയ്യണ്ട. വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ടീം ബിൽഡ് ചെയ്ത് ദൈ കാണുന്ന രീതിയിൽ അതിന്റെ ചാർട്ടാണ് ഇത്. ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരാം. കാണുന്ന രീതിയിൽ ആദ്യം നിങ്ങൾ ഒറ്റയ്ക്ക് കടന്നു വരൂ. നിങ്ങളൊരു 4 ആൾക്കാരെ നിങ്ങളുടെ 100 ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്യൂ. 5 പേരായി 50 PV ചെയ്യുമ്പോൾ 250 PV, 1100 PV രൂപയുടെ വരുമാനം നിങ്ങൾക്ക് കിട്ടും. പവർ ഓഫ് 4ന്റെ ഇൻകം ഏൺ ചെയ്യാൻ 2 ഷെയർ ഏൺ ചെയ്യാൻ നിങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. കാര്യം പ്രോഗ്രഷൻ ബോണസ് എന്ന് പറഞ്ഞാൽ 50-100 രൂപയെ കിട്ടുള്ളൂ. പവർ ഓഫ് 4 എന്ന് പറയുമ്പോൾ 900 രൂപയ്ക്ക് മേളിൽ 1000 രൂപയ്ക്ക് ഇടയ്ക്കുള്ള ഒരു വരുമാനം നിങ്ങളുടെ ഡൗൺലൈന് കിട്ടും. നിങ്ങളൊരു 4 ആൾക്കാരെ പവർ ഓഫ് 4ന്റെ 2 ഷെയറിനെ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ഡയറക്ടറായി നിങ്ങൾക്കൊരു 5000 രൂപ വരുമാനം കിട്ടും. അപ്പൊ ഈ 4 പേര് 1100 രൂപ വരുമാനം വാങ്ങിക്കും. ഈ 4 പേര്. അടുത്തത് ഈ 16 ആൾക്കാരെ പവർ ഓഫ് 4ന്റെ 2 ഷെയർ വാങ്ങിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ 2 ലെവൽ മാത്രം എടുത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്തോളൂ. ബാക്കിയുള്ളത് താഴോട്ടുള്ള ആൾക്കാർ ഫോക്കസ് ചെയ്തോളൂ. ഈ 16 ആൾക്കാരുടെ ഹാപ്പനിങ്സ് നിങ്ങൾ വാച്ച് ചെയ്യണം, നിങ്ങൾ മോണിറ്റർ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തില് നിങ്ങളുടെ ഈ 4 പേര് ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യും. നിങ്ങൾ പ്ലാറ്റിനം ഡയറക്ടർ ആവും. ഈ 4 ആൾക്കാർക്ക് ഒരു 5000 രൂപ വരുമാനം കിട്ടും. നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് മേളിൽ വരുമാനം കിട്ടും. ഇനിയാണ് പണി. കാര്യം ആ 4 ലെഗിനെയും 3600 PV പോയിന്റ് വാല്യൂ വരുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആ 4 ലെഗിലുള്ള ടീമിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു 3 ക്വാളിഫയേഴ്സ് ഒരു ലെഗിൽ വന്നു കഴിഞ്ഞാൽ, ഒരു 3 ക്വാളിഫയേഴ്സ് 3 ഡയറക്ടേഴ്സ് ആ ലെഗിൽ വന്നു കഴിഞ്ഞാൽ 3600
പോയിന്റ് വാല്യൂ അവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ബോണസിന് നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു. അപ്പം 1,00,000 രൂപയ്ക്ക് മേളിൽ വരുമാനമാണ്. നിങ്ങൾ 4 ആൾക്കാരെ നിങ്ങൾ പ്ലാറ്റിനം ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം 2-3 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോകും. ഇതെല്ലാം സംഭവിക്കുന്നത് ലിസ്റ്റ് ബിൽഡിങ്ങിലൂടെയാണ് ഡിയർ ഫ്രണ്ട്സ്. ഇതെല്ലാം സംഭവിക്കുന്നത് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് ഓൺ പ്ലാനും ഹോം മീറ്റിംഗും എല്ലാം കൊടുക്കുന്നതിലൂടെയാണ്. നമ്മുടെ വാം സർക്കിൾ, നമ്മുടെ ഫ്രണ്ട്സ് ആർ റിലേറ്റീവ്സിലൂടെയാണ് നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ 3 വട്ടം വരയ്ക്കണം. വാം സർക്കിള്, മിഡിൽ സർക്കിള്, ഔട്ടർ സർക്കിള്. വാം സർക്കിളിൽ നമ്മൾ വീട്ടിൽ ഒരു നിശ്ചയം വന്നാൽ വിളിക്കുന്ന ആൾക്കാർ, മിഡിൽ സർക്കിളിൽ നമ്മൾ കല്യാണത്തിന് വിളിക്കുന്ന ആൾക്കാർ, ഔട്ടർ സർക്കിളിൽ നമ്മുടെ നാട്ടുകാരും നമ്മൾ ഇതുവരെ പരിചയപ്പെടാത്ത ആൾക്കാരുമാണ് വരുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. ഏറ്റവും വലിയ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഔട്ടർ സർക്കിളാണ്, നമ്മൾ ഇന്ന് വരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാർ. എൻ്റെ ടീമിൽ നോക്കുകയാണെങ്കിൽ എന്നോടൊപ്പം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇന്ന് വരെ പരിചയപ്പെടാത്തതും എൻ്റെ ലിസ്റ്റിലില്ലാത്തതും മോഡിക്കയിലൂടെ ഔട്ടർ സർക്കിളിലൂടെ വന്നിട്ടുള്ള ആൾക്കാരുമാണ്. അവരുടെ ഒരു ലിസ്റ്റ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്? പേരൻസ്, ബ്രദേഴ്സ്, അക്കൗണ്ടന്റ്, നെയ്സ്, അങ്ങനെ തുടങ്ങിയ ഒരു ലിസ്റ്റ്. ഞാനതൊന്നും വായിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാൻ, നിങ്ങൾ ലീഡേഴ്സിനോട് ചോദിക്കുക, അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് അയച്ചു തരും. 100 കണക്കിന് ആൾക്കാരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗൺലൈൻസിനും ഇത് വെച്ചിട്ട് ഓരോ കാറ്റഗറിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഇൻക്ലൂഡ് ഓൾ പേഴ്സൺസ് ടച്ച് വിത്ത് യു. നിങ്ങളുമായി അടുപ്പം വരുന്ന 3 അടി അകലത്തിൽ വരുന്ന എല്ലാവരെയും നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഒരാളെ ഒഴിവാക്കാൻ പാടില്ല. ചിലപ്പോൾ ആ ഒഴിവാക്കുന്ന ആളായിരിക്കും നിങ്ങൾക്കൊരു 1,00,000 രൂപ പ്രതിമാസ വരുമാനം മോഡിക്കലിൽ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് ആരെയും നിങ്ങൾ ഒഴിവാക്കരുത്. സണ്ണി സാർ അദ്ദേഹത്തിന്റെ ഇതുപോലെ ഒഴിവാക്കിയ ഒരാള് ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സാറ് വഴി ഇന്ന് 1.5 ലക്ഷം രൂപ സണ്ണി സാറിന് വരുമാനമുണ്ട് ഒരൊറ്റ ലേക്കിൽ നിന്ന്. അറിയാമോ നിങ്ങൾക്ക്? കേരളത്തിലെ ഗ്രേറ്റ് ലീഡർ സണ്ണി സാറിന് ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാൾ വഴി അദ്ദേഹത്തിന് ഒഴിവാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് വഴിയിൽ വെച്ച് കണ്ടെത്തി ഈ മോഡിക്കൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നതാണ് ഡിയർ ഫ്രണ്ട്സ്. സോ നിങ്ങൾ ഏറ്റെടുക്കുക. നെറ്റ്വർക്കാണ് നിങ്ങളുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്ന ഈ ബിസിനസ്സിനകത്ത്. നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള അംഗങ്ങളുടെയും മാക്സിമം പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്ത് ബി എ വിന്നർ, പരമാവധി ഉപയോഗപ്പെടുത്തി നിങ്ങൾ വിജയിക്കുക. അതിനുള്ള അവസരമാണ് മോഡി കെയർ എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗ് ഓഫർ ചെയ്യുന്നത്.